നമസ്കാരം, കേരള ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഗ്രീൻ മാറ്റ് റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ മാറ്റ് സ്റ്റാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമുക്കൊരു ചെറിയ ചിലവിൽ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സ്റ്റാൻഡിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റാൻഡിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൻ്റെ നമ്മൾ ചിന്തിക്കാൻ കാര്യം എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ട്, നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ വളരെ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ള ഒരു പ്രൊഫഷണൽ മേഖലയാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള പുതിയ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൽ നിന്നൊരു കല്ല് പൊക്കിയിട്ടാൽ അത് വീഴുന്നത് ഒരു യൂട്യൂബറിൻ്റെ തലയിലായിരിക്കും എന്നാണ്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സാണ്, മിക്കവാറും എല്ലാവരും, സ്ത്രീകളും എല്ലാവരും തുടങ്ങിയിരിക്കുന്ന ഒരു പൊതു സംരംഭമാണ്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ വർക്കുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയ സമയത്ത് നമുക്കൊരു സ്ക്രീൻ ആവശ്യമായി വരും. ഒരു സ്ക്രീൻ വർക്ക് അതെന്താണെന്നുള്ളത് ചിലർക്കൊക്കെ അറിയാം. ഒരു ഗ്രീൻ മാറ്റിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് അതിലേക്ക് വന്നു. അപ്പോൾ അത് പോർട്ടബിളായിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിലയൊക്കെ നോക്കിയപ്പോൾ, മാർക്കറ്റിലെ വിലയൊക്കെ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ചീപ്പായിട്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചൊരു സ്റ്റാൻഡ് എങ്ങനെ പോർട്ടബിളായിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ചിന്ത. അങ്ങനെ നമ്മളെടുത്തൊരു ഐഡിയ, അങ്ങനെ സാധനം സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഐഡിയ ബാക്കി യൂട്യൂബേഴ്സിനും കൂടെ പ്രയോജനം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി അതൊരു വീഡിയോ ആക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതാണ് ഇതിൻ്റെ ഒരു പ്രചോദനം. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിലോട്ട് കിടക്കാം. ഒരടി നീളത്തിലുള്ളൊരു 5-6 പീസാണ് നമ്മളിതിൽ ആദ്യമായിട്ട് മുറിച്ചെടുക്കുന്നത്. ഒരടി എന്ന് പറയുമ്പോൾ 12 ഇഞ്ച് ആണ്. 12 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു 3-4 പീസും, പിന്നെ അരയടി, അതായത് 6 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു 4 പീസും. അങ്ങനെ അതോടുകൂടി ഇതിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ബേസ് റെഡിയാവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ്. നമ്മളിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഇതിൻ്റെ ഈ പിശിര് പോലുള്ള പിശിരെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ഭംഗിയാക്കി രണ്ടറ്റവും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ വീട്ടിലുണ്ടായിരുന്ന പൈപ്പിൽ വെച്ചാണ് ഞാൻ ചെയ്തത്. വീട് പണിക്ക് വന്ന പൈപ്പിൻ്റെ കുറേ മിച്ചമുണ്ടായിരുന്നു, അത് വെച്ചാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പായിരുന്നു. 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്, അതിൻ്റെ ഫിറ്റിങ്സുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വണ്ണം, ഇത് ബേസിനാണ് ഇത് വരുന്നത്, അതിൻ്റെ സ്റ്റാൻഡിൻ്റെ അടി ബേസ്. അപ്പോൾ ഇതിൽ കൂടുതൽ വണ്ണമുള്ള പൈപ്പാണ് നിങ്ങൾക്ക് അവൈലബിൾ എങ്കിൽ അതിലും ചെയ്യാം. അതിന് വേണ്ട ഫിറ്റിങ്സ് എണ്ണം കൂടി പോകുന്നതനുസരിച്ച് ഫിറ്റിങ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ വില കൂടും എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചത്, അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ 1 അടി നീളത്തിലുള്ള 12 പീസ് മുറിച്ചെടുക്കും. 12 പീസ് അതിൻ്റെ കുറുക്ക് പടിയായിട്ട് വരുന്നതാണ് ഇത്. 6 പീസാണ് വേണ്ടത്. 6 പീസ് എന്ന് പറയുമ്പോൾ ഈ 12 ഇഞ്ച് 1 അടി പൈപ്പിൻ്റെ പകുതിയാണ് വരുന്നത്. അതിൽ ഫിറ്റിങ്സിൽ കയറുന്ന ഒരു കുറവുകൂടെ കണക്കാക്കി കുറച്ച് മുറിച്ചതുകൊണ്ട് ഇതിപ്പം 5 ഇഞ്ച് 5.25 ഇഞ്ചാണ് ഈ 6 പീസ് മുറിച്ച്. ഇത് കുറുക്ക് പടിയാണ് വരുന്നത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഒരു 8 എൽബോ, 1.5 ഇഞ്ചിൻ്റെ തന്നെ 8 എൽബോ, അതുകൂടാതെ ഒരു 6 ടീ. ഇത്രയും സാധനം നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ പോർട്ടബിൾ PVC സ്റ്റാൻഡിൻ്റെ, അതായത് വളരെ ചീപ്പായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്കത് ഒട്ടിച്ചാണ് ബേസ് ഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ആദ്യമേ ഞാൻ ഒട്ടിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അളവൊക്കെ നോക്കി തറയിൽ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് അവസാനമാണ് നമ്മൾ PVC പൈപ്പ് ഒട്ടിച്ചു വിടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിൻ്റെ ബേസ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ 1 അടിയുടെ ഒരു പീസ് എടുത്ത് അതിൻ്റെ 2 സൈഡിലുമായിട്ട് 2 എൽബോ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരേ ദിശയിലോട്ടാണ്, എൽബോ രണ്ടും ഒരേ ദിശയിലോട്ടാക്കി ചെയ്തിട്ട് അതാണ് അതിൻ്റെ ഒരു സൈഡ്. അടുത്ത അതേ കണക്ക് തന്നെ അടുത്ത ഒരു പീസും അതേ കണക്ക് തന്നെ ഒരു അടി നീളമുള്ള പീസ് എടുത്ത് നമ്മൾ അവസാനമാണ് ഒട്ടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ചെയ്ത് വെക്കുവാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കുറുക്ക് വഴി സെറ്റ് ചെയ്യുവാണ്. ഇതിൽ കൂടുതലായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പം മനസ്സിലാക്കുക എന്നുള്ളതാണ് എളുപ്പം. ഇത് നമ്മൾ ഒരു ടീയുടെ 2 വശവും നമ്മുടെ നീളം കുറഞ്ഞ പീസ് ഉണ്ടല്ലോ, നമ്മൾ
5 ഇഞ്ചിൽ 5.25 ഇഞ്ചിന് മുറിച്ച 2 പീസ് നമ്മൾ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളിത് ഒരു സെറ്റ് ഇങ്ങനെ ഒരു ടീയുടെ 2 സൈഡിലും കയറ്റി എടുത്തു. അടുത്ത ഇത് കണക്ക് തന്നെ മറ്റൊരു ടീയിൽ 2 സൈഡും ഈ ചെറിയ പീസ്, അതായത് 5 ഇഞ്ചിൻ്റെ 2 പീസ് ശരിയാക്കി എടുത്തു. 2 ടീയുടെ 2 നീളം സൈഡിൽ 2 നമ്മുടെ ചെറിയ പീസ് പൈപ്പുകൾ, അതായത് 5 ഇഞ്ചിൻ്റെ 2 പീസുകൾ കയറ്റി എടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ നടുക്ക് ഭാഗത്ത് മുകളിലോട്ട് വരുന്ന ഇതിൻ്റെ 2 സൈഡിലായിട്ട് ടീയുടെ 2 ജോയിൻറ്റുകൾ ഈ രീതിയിൽ ചെയ്ത് സീറ്റിംഗ് കറക്റ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ പീസുകളും ഇപ്പോൾ നമ്മുടെ ഏകദേശം സ്റ്റാൻഡിൻ്റെ നടുപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഒരു നടുപ്പീസ് മതി നമുക്കിപ്പോൾ. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റു പൈപ്പുകളുടെ ഫിറ്റ് ചെയ്യാം. സ്റ്റാൻഡിൻ്റെ ബാക്കി സൈഡുകളാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു ബേസ്. ഇതേപോലെ നമ്മൾ ഒരു സ്റ്റാൻഡും കൂടെ റെഡിയാക്കും, ഒരു ബേസ് കൂടെ റെഡിയാക്കും. ഈ ഒരു ഷേപ്പാണ് നമ്മൾ ഇതിൻ്റെ ബേസായിട്ട് വരുന്നത്. ഇതാണ് ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റാൻഡിൻ്റെ പൈപ്പ് ജോയിൻ ചെയ്ത് പോകുന്നത്. ആംഗിൾസ് എല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പം ഇങ്ങനൊരു സാധനം സെറ്റാവുന്നതോടുകൂടി ബേസിൻ്റെ ഒരു കാലിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കാലിൻ്റെ ബേസ് കൂടെ നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങളുണ്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബേസ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ട നേരത്തെ ചെയ്തു വെച്ച അത് കണക്ക് തന്നെ 2 പീസ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇതും ചേരണം. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ബാക്കി പൈപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പണിയും പൂർത്തിയാവും. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ ചെയ്യാം. നമുക്ക് ഇതോടുകൂടി ഇതിൻ്റെ 2 സൈഡുമായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഈ ടീയുമായിട്ട് കണക്ട് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. തൽക്കാലം ഞാൻ ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് കോണും തിരിവും ഒക്കെ ഉണ്ടാവും. തറയിൽ വെച്ചും കൂടെ ആംഗിൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ. ആ ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് ഓരോ ജോയിൻറ്റും നമുക്ക് ഒട്ടിച്ച്, അപ്പോൾ നമ്മുടെ 2 ജോയിൻറ്റുകളും 2 ബേസുകളും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 നമ്മുടെ സ്റ്റാൻഡിൻ്റെ ബേസായിട്ട് വരുന്നത്. ബേസിൻ്റെ പോർഷൻ നമ്മളിപ്പം ഏകദേശം കാണത്തക്ക രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒട്ടിക്കേണ്ടതുണ്ട്. ഒട്ടിച്ചിട്ടില്ല, ഇപ്പം തൽക്കാലം ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഈ ആംഗിളൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡിന് സ്റ്റെബിലിറ്റി പോകും. ഇതിലൊരു ചെറിയ ചരിവുണ്ട്, നമ്മൾ ഇത് വെക്കുന്നതോടെ കറക്റ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന ഭാഗങ്ങൾ വരുമ്പോൾ പൈപ്പിൻ്റെ സൈസ് നമ്മൾ കുറയ്ക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാരം മുകളിലോട്ട് കൂടി കിടന്നാൽ ഇത് മറിഞ്ഞു വീഴാനുള്ള സ്റ്റെബിലിറ്റി കുറയും. അതുകൊണ്ട് ഇനി മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ PVC പൈപ്പുകളെ റെഡ്യൂസ് ചെയ്തിട്ട് ചെറിയ പൈപ്പുകളായിട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം മുകളിലോട്ട് വരാൻ. അപ്പോൾ ഇതിനെ ഇവിടെ വെച്ചു അടുത്ത സ്റ്റാൻഡ് നമുക്ക് അതേണക്ക് തന്നെ ചെയ്യാം. ഈ 2 സ്റ്റാൻഡിനെയും നമ്മൾ ഇനി റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ച് പൈപ്പായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ അടുത്ത റെഡ്യൂസർ ഇട്ടിട്ട് 1.5 നിന്നും 1.25 റെഡ്യൂസ് ചെയ്യുകയാണ്.
ഈ റെഡ്യൂസ് ചെയ്ത പൈപ്പിൽ നിന്നാണ് നമ്മൾ ബാക്കി ജോയിന്റുകൾ കൊടുക്കുന്നത്. ചെറിയ 1.25 ഇഞ്ചിൻ്റെ 2 ചെറിയ ബിറ്റ് ഇട്ടുണ്ട്. നമ്മളെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാൻഡിൻ്റെ അടുത്ത കുറുക്കെയുള്ള പൈപ്പിനേക്കുള്ള ജോയിന്റ് ടീ ഉപയോഗിച്ച് ചെയ്യുവാണ്. 1.25 ടീ ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ 1.25 നിന്ന് നമ്മൾ ബുഷ് ഇട്ടിട്ട് അതിനെ 3/4 ഇഞ്ചായിട്ട് കുറച്ചിരിക്കുകയാണ്. ഈ മുകളിലോട്ട് വരുമ്പോൾ സൈസ് കുറയ്ക്കുന്ന 2 കാര്യത്തിനാണ്. ഒന്ന് വെയിറ്റ് കുറയാനും, രണ്ടാമത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഇതിൽ ഗ്രിപ്പ് ചെയ്യുന്ന സമയത്ത്, ഇതിൽ പിടിപ്പിക്കുന്ന സമയത്ത് ചെറിയ ക്ലിപ്പ് വെച്ചാണ് പിടിപ്പിക്കുന്നത്. ആ ക്ലിപ്പിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇതിനെ 3/4 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മുകളിലോട്ട് വരുന്ന ഫിറ്റിങ്സ് എന്ന് പറയുന്ന എല്ലാം തന്നെ 3/4 ഇഞ്ചാണ്. ഇതെല്ലാം തന്നെ നമുക്ക് പശയിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇട്ട് മാത്രം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 സൈഡും സ്റ്റാൻഡിൻ്റെ 2 സൈഡുമുള്ള ബേസ് പൂർണ്ണമായും വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാൻഡിൻ്റെ മുകളിലോട്ടുള്ള നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ്. അത് നമ്മൾ 3/4 ഇഞ്ച് PVC പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് മാക്സിമം പൊക്കം നമ്മൾ 7 അടിക്കകത്ത് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ഒരു 5.25 അടിയുടെ, അതായത് 65 ഇഞ്ചുള്ള 2 പീസാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ടുള്ള പീസായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ ബേസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ്യൂസ് ചെയ്ത് 3/4 ഇഞ്ചാക്കി വെച്ചിരിക്കുകയായിരുന്നു, നമ്മൾ അതിലോട്ട് പിടിപ്പിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത സ്റ്റാൻഡിൻ്റെ മുകളിലും നമ്മുടെ ഈ പറയുന്ന 65 ഇഞ്ചോളം വരുന്ന മുകളിലോട്ടുള്ള പൈപ്പ് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇത്രയും ഹൈറ്റിലാണ് ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഏകദേശം കവറാവും. ഒരു ആൾ ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഒരാളുടെ 6 അടി ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ കടന്നു കിടക്കും. ഒരു 7 അടി ഹൈറ്റ് ഇതിന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു അളവ്. ഒരു സ്ക്രീൻ കിട്ടത്തക്ക ഒരു സൈസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറുക്കെയുള്ള പൈപ്പുകൾ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ കുറുക്കെ വരുന്ന പൈപ്പാണ്, ഇങ്ങനെ സ്ക്രീനിൻ്റെ. അപ്പോൾ ഈ ഒരു പൈപ്പിന് വേണ്ടിയിട്ട്, പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 സൈഡിലും 2.25 ഇഞ്ച് എൽബോ, ഇത് നമ്മൾ ഒരു 8 അടി പൈപ്പാണ്, 8 അടി പൈപ്പാണ് നമ്മൾ ഇതിൻ്റെ നീളത്തിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡിലും ഫിറ്റിങ്ങോട് ചെയ്ത് ഈ സൈസ് 3/4 ഇഞ്ച് എൽബോ ഇട്ടിട്ട് നമ്മളിതിനെ മുകളിൽ കണക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ സൈസ് വരിക. ഏകദേശം നമ്മുടെ സ്ക്രീൻ സെറ്റായിട്ടുണ്ട്. ഈ ഒരു കുറുക്ക് പൈപ്പ് എന്ന് പറയുന്നത് 7.25 അടിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7 അടിയാണ്. അപ്പോൾ 7 അടി സൈസിലാണ് നമ്മുടെ സ്ക്രീൻ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പാണ് നമ്മുടെ കുറുക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് 7 അടി ആയതുകൊണ്ട് കാറിലൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്കിതിനെ കറക്റ്റ് നടുക്ക് വെച്ച് ഒരു 3.5 അടി വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു കപ്ലിങ്, ഒരു 3/4 ഇഞ്ചിൻ്റെ കപ്ലിങ് ഉപയോഗിച്ച് അങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് പോർട്ടബിളാകും. കുറച്ചുകൂടെ നമ്മൾ അത്രയും ചെറുതാക്കിയിട്ടില്ല. നമുക്ക് ട്രാവൽ വരുന്ന സമയത്ത് നമ്മളിതിനെ 3/4 അടിക്ക് 3.5 അടി വെച്ച് മുറിച്ചിട്ട് ഒരു കപ്ലിങ് കൂടി ഇട്ട് ചെറുതാക്കി നമുക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ ഒരു സാധനം താഴെ കൂടെ വരുന്നതോടുകൂടി നമ്മുടെ സ്ക്രീനിൻ്റെ ഫ്രെയിം വർക്ക് പൂർത്തിയാവുകയാണ്. ഇതാണ് നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ ഫ്രെയിം സെറ്റായിരിക്കുകയാണ്. ഈ ഒരു ഫ്രെയിം ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് മാത്രമേ നമ്മൾ ഒട്ടിക്കുകയുള്ളൂ, ബാക്കി ഭാഗം ഒട്ടിക്കുന്നില്ല. ബാക്കി ഭാഗം നമ്മൾ പോർട്ടബിളായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഗ്രീൻ മാറ്റ് ഒന്ന് പിടിപ്പിക്കാം. ഇതാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്ന സാധനം. നമ്മുടെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ വരുന്ന ഹിറ്റായിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഗ്രീൻ സ്ക്രീൻ റെക്കോർഡുണ്ട്. ഇംഗ്ലീഷ് സിനിമകളാവട്ടെ, നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ പുതിയ പടങ്ങളിലെല്ലാം തന്നെ ബാഹുബലി, ഇതൊക്കെ ഗ്രീൻ സ്ക്രീൻ റെക്കോർഡാണ്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കളർ സ്ക്രീനാണ്. അപ്പോൾ ആ ഒരു
എഫക്റ്റാണ് നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ക്രീൻ. ഞാൻ മേടിച്ചതാണ്. ഇതൊരു 500 രൂപയോളം വില വരുന്ന ഒരു ഗ്രീൻ സ്ക്രീനാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തുണി മേടിച്ചാലും മതി. ഇത് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്ക്രീനിലോട്ട് സെറ്റ് ചെയ്യാം. ഗ്രീൻ സ്ക്രീൻ ടൈറ്റായി നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി കുറച്ച് നല്ല ക്ലിപ്പായിരുന്നു വേണ്ടത്. അതിപ്പോൾ എനിക്ക് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ സെറ്റപ്പ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്രെയിം സൈസാണ്, അതായത് 7 അടിക്ക് മുകളിൽ വരുന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ഹൈറ്റിന് മുകളിൽ കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈസും ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കൂടെ കാണിക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ഒരുപാടുപ്പെട്ടവർക്കൊക്കെ അറിയാം. എന്നാൽ പോലും നമ്മളുടെ ഇപ്പോൾ യൂട്യൂബ് മേഖലയിലും ഷൂട്ടിങ്ങുകളെല്ലാം തന്നെ ഈ ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ഗ്രീൻ മാറ്റ് റെക്കോർഡിങ്ങിലേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രീൻ സ്ക്രീൻ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഇത് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് എനേബിൾ ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.